ലൈംഗികാതിക്രമ കേസിൽപ്പെട്ട സംവിധായകൻ രഞ്ജിത്തിന് കുരുക്കുകൾ മുറുകുന്നു. സൈബർ തെളിവുകളടക്കം രഞ്ജിത്തിനെതിരെ വ്യക്തമായ തെളിവുകളുണ്ടെന്ന് അന്വേഷണ സംഘം. സിനിമാ സംഘടനകളിൽ നിന്നും രഞ്ജിത്തിനെ പുറത്താക്കി. രഞ്ജിത്തിനെതിരെ സംവിധായകൻ ഡോക്ടർ ബിജുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുന്നു. മലയാള സിനിമയിൽ ആണധികാരത്തിനും സവർണ മേധാവിത്വത്തിനും പൊതു സ്വീകാര്യത നൽകിയ സംവിധായകരിൽ മുൻനിരയിലാണ് സംവിധായകൻ രഞ്ജിത്തിന്റെ സ്ഥാനം. സ്ത്രീ വിരുദ്ധത അടിമുടി കുത്തിനിറച്ച ചൂടൻ ഡയലോഗുകളിലൂടെ സ്ത്രീ ഒരു ഉപഭോഗ വസ്തു മാത്രമാണെന്ന തെറ്റായ പൊതുബോധം സൃഷ്ടിച്ചെടുത്തതിലും രഞ്ജിത്ത് വഹിച്ച സ്ഥാനവും തള്ളിക്കളയാനാവില്ല. ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരിക്കെ തിരശീലയിൽ താൻ സൃഷ്ടിച്ച മാടമ്പി പ്രമാണിമാരെ പോലെയാണ് രഞ്ജിത്ത് പ്രവർത്തിച്ചിരുന്നതെന്ന ആക്ഷേപം അതിശക്തമായി ഉയർന്നിരുന്നു. സംസ്ഥാന ഫിലിം ഫെസ്റ്റിവൽ വേദിയിൽ പ്രസംഗിക്കാനെത്തിയ രഞ്ജിത്തിനെതിരെ പ്രതിനിധികൾ നിർത്താതെ കൂവി പ്രതിഷേധിച്ചത് വലിയ വിവാദങ്ങൾക്കാണ് വഴിയൊരുക്കിയത്. കൂവലിൽ തളരാത്ത പഴയ SFIക്കാരനാണെന്ന് പ്രസംഗിച്ച് മുഖം രക്ഷിക്കാനാണ് രഞ്ജിത്ത് ശ്രമിച്ചത്. അധികം വൈകാതെ രഞ്ജിത്തിനെതിരെ ഒട്ടേറെ ലൈംഗികാതിക്രമണ കേസുകൾ ഉയർന്നതോടെ ഇടത് സർക്കാരിനും രഞ്ജിത്ത് ബാധ്യതയായി മാറി. അതോടെ അക്കാദമിയിലെ ചെയർമാൻ കസേരയും തെറിച്ചു. സ്ത്രീകളും ട്രാൻസ്ജെൻഡറും അടക്കം രംഗത്ത് വന്നതോടെ രഞ്ജിത്തിന്റെ തനിനിറം പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയും ചെയ്തു. ഇടത് സഹയാത്രികനായ രഞ്ജിത്തിനെതിരെ കർശന നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ അത് സർക്കാരിന് തിരിച്ചടിയാകുമെന്നും തിരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുമെന്നും തിരിച്ചറിഞ്ഞാണ് അതീവ രഹസ്യമായി രഞ്ജിത്തിനെതിരെ നിരീക്ഷണം നടത്തുകയും തുടർന്ന് അറസ്റ്റ് ചെയ്തതും. ഇതിനു മുൻപ് ഒരു സിനിമാ നടിയും മറ്റൊരു ട്രാൻസ്ജെൻഡർ യുവാവും രഞ്ജിത്തിനെതിരെ പരാതി നൽകിയിരുന്നു. പക്ഷേ അതിന്റെ അന്വേഷണം എവിടെയും എത്താതെ പോയി. ഇപ്പോൾ പുതിയ പരാതിയുമായി നടി എത്തിയതോടെയാണ് രഞ്ജിത്ത് കുടുങ്ങിയത്. കാരവാനിൽ വെച്ച് ശരീരത്തിൽ കയർ പിടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തുവെന്നാണ് രഞ്ജിത്തിനെതിരായ കേസ്. പീഡനം, അശ്ലീല പ്രദർശനം, ലൈംഗിക അതിക്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. സിനിമാ സുഹൃത്തുക്കൾക്കൊപ്പം ഇടുക്കിയിലേക്ക് പോകുന്നതിനിടെയാണ് രഞ്ജിത്ത് അറസ്റ്റിലാകുന്നത്. രഞ്ജിത്തിന്റെ വാഹനത്തെ പിന്തുടർന്നെത്തിയ പോലീസ് വാഹനത്തിന് കുറുകെ പോലീസ് വണ്ടി നിർത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. രഞ്ജിത്ത് ഇപ്പോൾ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്ന നടിയാണ് പുതിയ പരാതിക്കാരി. DGPക്കും കൊച്ചി സെൻട്രൽ പോലീസിനും നടി പരാതി നൽകിയിട്ടുണ്ട്. എറണാകുളം സിറ്റി DCP അശ്വതി ജിജിക്കാണ് അന്വേഷണ ചുമതല. അറസ്റ്റിലായ രഞ്ജിത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രമുഖ സംവിധായകൻ ഡോക്ടർ ബിജു രംഗത്ത് വന്നതാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയത്. ദേശീയ തലത്തിലടക്കം ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ ഡോക്ടർ ബിജുവിനെ ഇതിനു മുൻപ് രഞ്ജിത്ത് പരസ്യമായി അവഹേളിച്ചിരുന്നു. ഇന്ത്യൻ സിനിമാ മേഖലയിൽ ബിജു മുന്നോട്ട് വയ്ക്കുന്ന സിനിമയ്ക്ക് സ്വീകാര്യതയും ജനപ്രീതിയും ഇല്ല എന്ന വിധത്തിലായിരുന്നു രഞ്ജിത്തിന്റെ പ്രതികരണം. രഞ്ജിത്ത് പോലീസ് പിടിയിലായപ്പോൾ ഫേസ്ബുക്കിലൂടെ ഡോക്ടർ ബിജു നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരുന്ന കാലത്താണ് ശ്രീ രഞ്ജിത്ത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ എന്നോട് എന്റെ പ്രസക്തി എന്താണെന്ന് ആലോചിക്കണമെന്ന് ഉപദേശിച്ചത്. റെലവൻസ് എന്ന പദമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അന്ന് അദ്ദേഹത്തിന് മറുപടിയായി ദീർഘമായ ഒരു കത്ത് ഞാൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ലോകത്തെ വിവിധ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ ഇന്ന് മലയാളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ തവണ പങ്കെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമകാലിക സംവിധായകൻ ഞാനാണ് എന്ന ബോധ്യമുള്ളതുകൊണ്ട് തന്നെ എന്റെ റെലവൻസ് എന്താണ് എന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യം അന്നും ഇന്നുമുണ്ട്. എനിക്ക് റെലവൻസിനെ പറ്റി ക്ലാസ് എടുത്ത രഞ്ജിത്ത് ഇന്ന് എത്തി നിൽക്കുന്ന അപജയം വലുതാണ്. ഒരു കലാകാരനും അനുവർത്തിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. ഒരു കലാകാരന്റെ ഇന്റഗ്രിറ്റി എന്നത് ഏറെ പ്രധാനമാണ്. അദ്ദേഹത്തിന്റെ പല സിനിമകളിലെയും ഡയലോഗുകളിലെ സ്ത്രീ വിരുദ്ധത നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ്. അവ നിത്യജീവിതത്തിലും പ്രയോഗവൽക്കരിക്കുന്നു എന്നത് ഭീതിതമാണ്. ഏതായാലും ഈ സാഹചര്യത്തിൽ രഞ്ജിത്തിനോട് സമയം കിട്ടുമ്പോൾ ഞാൻ എഴുതി സംവിധാനം ചെയ്ത ഒരു സിനിമ കാണുവാൻ നിർദ്ദേശിക്കുന്നു. പെയിന്റിംഗ് ലൈഫ് എന്ന ഇംഗ്ലീഷ് ഭാഷയിലുള്ള സിനിമയാണത്. പ്രകാശ് ബാരയും ഗീതാഞ്ജലി താപയും റിതാഭാരി ചക്രവർത്തിയും പ്രധാന വേഷത്തിൽ അഭിനയിച്ച സിനിമയാണിത്. തിരക്ക് പിടിച്ച ആർഭാട ജീവിതം മാത്രം ശീലിച്ച യാതൊരു സാമൂഹിക പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു സംവിധായകൻ ഇലക്ട്രിസിറ്റിയും മൊബൈലും ഒക്കെ വിച്ഛേദിക്കപ്പെട്ട് ഒരു ചെറിയ ഹിമാലയൻ വില്ലേജിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ജീവിതത്തെയും ചുറ്റുമുള്ള മനുഷ്യരെയും പറ്റിയുള്ള അയാളുടെ ധാരണകൾക്ക് പുതിയൊരു കാഴ്ചപ്പാടും ദർശനവും ലഭിക്കുന്നതാണ് ആ സിനിമ. രഞ്ജിത്തിന് സമയം കിട്ടുമ്പോൾ ശാന്തമായി ആ സിനിമ ഒന്ന് കാണണം. ഒരുപക്ഷെ നിങ്ങളെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു മനുഷ്യനാക്കാൻ ആ സിനിമയുടെ കാഴ്ച നിങ്ങളെ സഹായിച്ചേക്കും. സ്ത്രീകളെ പറ്റിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുവാനും ആ സിനിമ നിങ്ങളെ ചെറുതായെങ്കിലും സഹായിക്കും.
ഡോക്ടർ ബിജുവിന്റെ കുറിപ്പിന് പിന്തുണയുമായി ഒട്ടേറെ പേരാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. രഞ്ജിത്തിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തന്നെ തെളിവുകൾ ഉണ്ടെന്ന ഉറച്ച നിലപാടിലാണ് പോലീസ് സംഘം. സിനിമാ മേഖലയിൽ നിന്ന് രഞ്ജിത്തിന് പിന്തുണ കിട്ടുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. ഫെഫ്ക അടക്കമുള്ള സിനിമാ സംഘടനകളിൽ നിന്ന് ഇതിനോടകം രഞ്ജിത്തിനെ പുറത്താക്കിയിട്ടുമുണ്ട്.